GSTയുടെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ 22/9/2025 മുതൽ എപ്പിസോഡ് 7. ആൻറ്റി പ്രോഫിറ്ററിംഗ് വകുപ്പ്. നികുതി, പ്രത്യേകിച്ച് GST നിയമത്തിൽ സെക്ഷൻ 171 ഇതിനെക്കുറിച്ച് പറയുന്നത്. നികുതി നിരക്കിൽ ഇളവുകൾ അല്ലെങ്കിൽ കുറവുകൾ വരുത്തപ്പെട്ടാൽ അത് ബിസിനസ്സുകാർക്ക് സ്വന്തം ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. ആ നിരക്ക് കുറവിൻ്റെ ആനുകൂല്യം ആനുപാതികമായി വിൽപ്പന തുകയിൽ പ്രതിഫലിക്കണം എന്ന് CGST ആക്ടിലെ സെക്ഷൻ 171 നിഷ്കർഷിക്കുന്നു. നിരക്ക് കുറവിൻ്റെ ഗുണം കസ്റ്റമർക്ക് പാസ് ഓൺ ചെയ്യുന്നില്ലെങ്കിൽ ബിസിനസ്സുകാർക്കെതിരെ നടപടിയെടുക്കാൻ ഒരു ജുഡീഷ്യൽ ഫോറവും GST നിയമത്തിലുണ്ട്. ഈ അടുത്ത കാലത്തായി വാഹനങ്ങളുടെ നികുതി നിരക്കിൽ വന്ന കുറവ് മാർക്കറ്റിൽ പ്രകടമായിരിക്കുന്നത് ഈ ആൻറ്റി പ്രോഫിറ്ററിംഗ് വകുപ്പിൻ്റെ ബലം മൂലമാണ്. രാജ്യവ്യാപകമായി വാഹന കമ്പനികൾ വിലക്കുറവിൻ്റെ ഓഫറുകൾ പ്രഖ്യാപിക്കുന്നത് നമുക്ക് ദൃശ്യമാണ്. ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, അതേപോലെ ചെറിയ കാറുകൾ, മോട്ടോർ സൈക്കിൾ, ഇവയ്ക്കൊക്കെ 18% GST കുറഞ്ഞപ്പോൾ SUV പോലെയുള്ള വലിയ വണ്ടികൾക്ക് 40% GST ആക്കി. 40% GST ആക്കിയത് 28% നിന്നാണെങ്കിൽ പോലും ആ 28% കൂടെ 22% കോമ്പൻസേഷൻ സെസ്സും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ 50% നിന്നാണ് 40% കുറച്ചിട്ടുള്ളത്. അപ്പോൾ ആ വണ്ടികൾക്കും നികുതിയുടെ ഇളവ് ലഭ്യമാകും. അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക്, കൺസ്യൂമർക്ക്, അത് വാങ്ങുന്നവർക്ക് പാസ് ഓൺ ചെയ്യണമെന്ന് 171 വകുപ്പ് നിഷ്കർഷിക്കുന്നു. അത് വെരിഫൈ ചെയ്യാനുള്ള അതോറിറ്റീസ് ഉണ്ട്. അതിനെപ്പറ്റി കംപ്ലൈൻറ്റ് കിട്ടിയാൽ വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണം നടക്കും. അതിന് ഫോറം ഉള്ളതുകൊണ്ട്, ജുഡീഷ്യൽ ഫോറം തന്നെ ഉള്ളതുകൊണ്ട് തീർച്ചയായും അതിൻ്റെ ഗുണം എല്ലാവർക്കും ലഭ്യമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടാതെ 28% നികുതി ആയിരുന്നത് 18% കുറയ്ക്കുമ്പോൾ 22/9/2025 മുതൽ ആ വ്യാപാരി കൊടുക്കുന്ന ഇൻവോയ്സിൽ അത് കാണും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുമല്ലോ. നേരത്തെ 28 18 ഇൻവോയ്സിൽ പ്രത്യേകിച്ച് നോക്കിയാൽ 18% എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ GST വകുപ്പിനെ അറിയിച്ചാൽ നടപടി ഉണ്ടാകും. അങ്ങനെ അധികമായി വാങ്ങിയ തുക പലിശ സഹിതം മറ്റ് ബെനിഫിറ്റോടുകൂടി തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.